Hello friends, ഇന്ന് നമ്മുടെ ടോപ്പിക് സെക്കൻഡ് സെമിസ്റ്റർ ബയോകെമിസ്ട്രിയിലെ സിന്തസിസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബയോളജിക്കൽ സബ്സ്റ്റൻസ്. അതിൽ നമുക്ക് വരുന്നത് മെയിനായിട്ട് രണ്ടെണ്ണമാണ്. കാറ്റക്കോളമീൻസ്, അതായത് എട്രിനാലിൻ, നോറെട്രിനാലിൻ, ഡോപ്പമിൻ, അതേപോലെ 5-HT മെലാറ്റോണിൻ. ഇതിൻ്റെ ബയോസിന്തസിസും പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് കാറ്റക്കോളമീൻസ്? കാറ്റക്കോളമീൻസ് എന്ന് പറഞ്ഞാൽ അതിലൊരു കാറ്റക്കോൾ യൂണിറ്റ് ഉണ്ടാവും, കാറ്റക്കോളിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്ലസ് ഒരു അമീനോ ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കാറ്റക്കോൾ അമീൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളാണ് എട്രിനാലിൻ, നോറെട്രിനാലിൻ, ഡോപ്പമിൻ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ബേസിക് റിംഗ് ആയിട്ടുള്ള കാറ്റക്കോൾ കാണാൻ പറ്റും. ഇനി എന്താണ് കാറ്റക്കോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഫിനൈൽ റിങ്ങിലോട്ട് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ കാറ്റക്കോൾ എന്ന് വിളിക്കുക. ഇതിനൊപ്പം ഒരു അഡീഷണൽ അമിനോ ഗ്രൂപ്പും പിന്നെ കുറച്ച് കൂടുതൽ സ്ട്രക്ചേഴ്സ് വരുമ്പോഴാണ് അതിനെ നമ്മൾ ഈ പറയുന്ന കാറ്റക്കോൾ അമീൻസ് എന്ന് വിളിക്കുന്ന എട്രിനാലിൻ, നോറെട്രിനാലിൻ, ഡോപ്പമിൻ ഫോം ചെയ്യുക. ഇതെല്ലാം സിന്തസൈസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന തൈറോസിനാണ്. അപ്പോൾ തൈറോസിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് കുറച്ച് സ്റ്റെപ്പ് കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പലതരത്തിലുള്ള കാറ്റക്കോളമീൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ സീരീസ് ഓഫ് സ്റ്റെപ്പിൽ നിന്ന് തന്നെ എല്ലാ കാറ്റക്കോളമീൻസും ഫോം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 5-HT അല്ലെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. 5-HT എന്ന് പറഞ്ഞാൽ 5-ഹൈഡ്രോക്സി ട്രിപ്റ്റമിൻ ആണ്. അതിൻ്റെ വേറൊരു പേരാണ് സെറോട്ടോണിൻ. പിന്നെ ആ ഒരു സ്റ്റെപ്സിൽ തന്നെ വരുന്ന ലാസ്റ്റിലായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് മെലാറ്റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഡിറൈവ് എന്ന് ചെയ്യുന്നത് ട്രിപ്റ്റോഫാനിൽ നിന്നാണ്. നമുക്ക് ആദ്യത്തെ കാറ്റക്കോളമീൻസിൻ്റെ ബയോസിന്തസിലോട്ട് പോവാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ എവിടെ നിന്നാന്ന് പറഞ്ഞു, കാറ്റക്കോളാണ് അതിൻ്റെ ബേസിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അത് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരാൻ നേരത്ത് നമ്മൾ അതിനെ കാറ്റക്കോൾ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പോൾ ഫിനൈൽ റിങ്ങിലോട്ട് 2 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കാറ്റക്കോൾ എന്ന് വിളിക്കും. ഇതിൻ്റെ ഒപ്പം അഡീഷണൽ ആയിട്ട് അമീൻ വരാൻ നേരത്താണ് കാറ്റക്കോൾ അമീൻ ആവുക. അത് പലതരത്തിലുള്ള കാറ്റക്കോൾ അമീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എട്രിനാലിൻ, നോറെട്രിനാലിൻ അല്ലെങ്കിൽ ഡോപ്പമിൻ. എട്രിനാലിൻ്റെ വേറൊരു പേരാണ് എപ്പിനെഫ്രിൻ, നോറെട്രിനാലിൻ, നോറെപ്പിനെഫ്രിൻ നമ്മൾ വിളിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ തൈറോസിൻ അല്ലെങ്കിൽ തൈറോസിൻ നിന്നാണ്. അപ്പോൾ തൈറോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഫിനൈൽ അലനിൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനൈൽ അലനിൻ്റെ പാരാ പൊസിഷനിൽ, ഈ ഒരു ഗ്രൂപ്പിൻ്റെ പാരാ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ വരുമ്പോഴാണ് നമ്മളിതിന് തൈറോസിൻ എന്ന് വിളിക്കുക. ഓക്കെ, എൽ തൈറോസിൻ. അപ്പോൾ ഇതിൻ്റെ നമ്പറിങ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കണം. ഈ ഒരു പൊസിഷനിൽ നിന്നും നമ്മൾ നമ്പറിങ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. ഇത് 2nd പൊസിഷൻ, ഇത് 3rd, പിന്നെ 4th പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് എൽ തൈറോസിൻ ഉണ്ടായാലും അടുത്ത സ്റ്റെപ്പിൽ ഹൈഡ്രോക്സിലേസ് വരും. അപ്പോൾ ഹൈഡ്രോക്സിലേസ് വരുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ OH ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു O2 വരും, H2O ആയിട്ട് മാറും. അതിനൊപ്പം തന്നെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഏത് പൊസിഷനിലാണ് അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തപ്പോൾ 3rd പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 3rd പൊസിഷനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. തൈറോസിനിൽ ആകെ ഒരു അഡീഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരും. അന്നേരം നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടാണ് എൽ ഡോപ്പ. ബാക്കി സ്ട്രക്ചേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്ട്ലി സെയിം ആണ്. ഫിനൈൽ അലനിനിൽ കണ്ടുവന്ന ആ സെയിം സ്ട്രക്ചേഴ്സിൻ്റെ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഓക്കെ, അതായത് ഫിനൈൽ ഗ്രൂപ്പിലോട്ട് CH2, CH, പിന്നെ അമിനോ ആസിഡിൻ്റെ 2 ഗ്രൂപ്പ്. ഓക്കെ, അതായത് NH2ഉം COOH അവിടെയുണ്ട്. അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും അവിടെയുണ്ട്. അഡീഷണൽ ആയിട്ട് വരുന്നത് ഈ ഒരു ഗ്രൂപ്പ് മാത്രമാണ്. പിന്നെ ഫിനൈൽ റിങ് വരും, അതിലോട്ടൊരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വിളിക്കുന്ന പേരാണ് തൈറോസിൻ. ഓക്കെ, അല്ലെങ്കിൽ എൽ തൈറോസിൻ നമുക്ക് പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോക്സിലേസ് വരും. ഹൈഡ്രോക്സിലേസ് വരുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും ഒരു OH ഗ്രൂപ്പ് ആ ഒരു സ്ട്രക്ചറിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 3rd പൊസിഷനാണ് ഇമ്പോർട്ടൻറ്റ്, കാരണം ആ 3rd പൊസിഷനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് അയക്കുന്നത്. ബാക്കി എല്ലാ സ്ട്രക്ചറും നമ്മൾ എൽ തൈറോസിൻ കാണുന്ന സെയിം സ്ട്രക്ചർ തന്നെയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൽ ഡോപ്പ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിനൊരു ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും ഉണ്ട് അല്ലേ. ഒരു പെർട്ടിക്കുലർ ഡിസീസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എൽ ഡോപ്പ. അപ്പം എന്തായാലും എൽ ഡോപ്പ ഡീകാർബോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ, ഡീകാർബോക്സിലേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പോകണം അല്ലേ. അപ്പോൾ ഈ പൊസിഷനിലുള്ള കാർബോക്സിൽ ഗ്രൂപ്പ്, ആസിഡ് ഗ്രൂപ്പ് അതിൽ നിന്ന് പോകും.
ഇൻ ദ ഫോം ഓഫ് CO2. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഡീകാർബോക്സിലേഷൻ എന്ന് വിളിക്കുന്നത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ ഡോപ്പ ഡീകാർബോക്സിലേസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആ പുഷിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്ന ആസിഡ് CO2 ആയിട്ട് പോവും. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ളൊരു H ഉണ്ടല്ലേ, ആ H ആണ് അവിടേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായിട്ട് മാറും? CH2 ആയിട്ട് മാറും. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്പമിൻ എന്ന് വിളിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡോപ്പമിൻ ബീറ്റ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ, അപ്പോൾ ഹൈഡ്രോക്സിലേസ് വീണ്ടും വന്നു. അപ്പോൾ ഹൈഡ്രോക്സിൽ വരുമ്പോൾ നമുക്കറിയാം ആ ഒരു നെക്സ്റ്റ് സ്ട്രക്ചറിൽ ഒരു അഡീഷണൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരും, ആഡ് ചെയ്യും. ഇനി ഏത് പൊസിഷനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആ ഒരു എൻസൈമിൻ്റെ പേരിൽ നിന്ന് തന്നെ കിട്ടും. നമ്മൾ പറയുന്നത് ഡോപ്പമിൻ ബീറ്റ ഹൈഡ്രോക്സിലേസ് എന്നാണ്. അതായത് ബീറ്റ പൊസിഷനിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണ് ബീറ്റ പൊസിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH2 ആദ്യം അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന കാർബൺ ഇസ് ആൽഫ കാർബൺ, തൊട്ടടുത്ത് കിടക്കുന്ന കാർബൺ ഇസ് ബീറ്റ കാർബൺ. അതുകൊണ്ടാണ് ബീറ്റ കാർബണിലോട്ട് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി സ്ട്രക്ചേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ സ്ട്രക്ചേഴ്സിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ആകെ വന്നിരിക്കുന്നത് ബീറ്റ പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്തു. ആ ഒരു കോമ്പൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോപ്പമിൻ കിട്ടി, നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ കിട്ടി. ഇനി കിട്ടേണ്ടത് അഡ്രിനാലിൻ ആണ് അല്ലേ? എങ്ങനെയാണ് അഡ്രിനാലിൻ കിട്ടുക? ഈ ഒരു നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിനോട്ട് നമ്മളൊരു മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻസൈമിൻ്റെ പേരാണ് N-methyl transferase. അപ്പോൾ എന്തുകൊണ്ടാണ് N ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള അമിനോ ഗ്രൂപ്പിലുള്ള Nലോട്ടാണ് നമ്മൾ ഈ ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ N-methyl transferase എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റെപ്പിൽ S-അഡിനോസൈൽ മെത്തിയോണ് S-അഡിനോസൈൽ ഹോമോസിസ്റ്റീൻ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കാണാം അമിനോ ഗ്രൂപ്പിലുള്ള Nലോട്ട് ഒരു മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ എൻസൈമിൻ്റെ പേര് എന്ത് വന്നത്? N-methyl transferase എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ S-അഡിനോസിൽ മെത്തിയോണിൽ നിന്നും ഒരു മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നിട്ടുണ്ട്. ആ ഫോം ചെയ്ത സ്ട്രക്ചറിനെയാണ് നമ്മൾ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ന് വിളിക്കുന്നത്. ബാക്കി സ്ട്രക്ചേഴ്സ് എല്ലാം ആ ഒരു സീക്വൻസിൽ ഡെവലപ്പ് ചെയ്ത് വന്ന സ്ട്രക്ചേഴ്സാണ്. അടുത്ത നമുക്ക് ബയോസിന്തസിസ് ഓഫ് 5-HT അല്ലെങ്കിൽ സെറട്ടോണിൻ എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സിന്തസൈസ് ചെയ്യാൻ പോകുന്നത് ഡയറ്ററി ട്രിപ്റ്റോഫാൻ അല്ലെങ്കിൽ L-ട്രിപ്റ്റോഫാനിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 6 carbon cyclic ring structure attached to a 5 carbon 5 membrane ring structure containing nitrogen. അതിലോട്ട് നേരത്തെ പറഞ്ഞ CH2CH ഉണ്ടാവും, പിന്നെ അമിനോ ആസിഡ്, അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും. ഇതിനെയാണല്ലോ നമ്മൾ, അതുകൊണ്ടാണല്ലോ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആയത്. റൈറ്റ്, അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. ഇനി ട്രിപ്റ്റോഫാനിൽ നിന്നാണ് നമുക്ക് വേണ്ട 5-HT അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സെറാറ്റോണിൻ, അതേപോലെ മെലാറ്റോണിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യ സ്റ്റെപ്പിൽ ഹൈഡ്രോക്സിലേസ് വരും. അപ്പോൾ ഹൈഡ്രോക്സിലേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്താണ് ആഡ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് അല്ലേ? OH അവിടെ ആഡ് ചെയ്യും. ഇനി ഏത് പൊസിഷനിലാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ അതിന് മുന്നേ തന്നെ നമുക്കൊന്ന് നമ്പറിങ് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഹെട്രാറ്റം നൈട്രസിൽ നിന്നാണ്. അപ്പോൾ നെക്സ്റ്റ് തൊട്ടടുത്തിരിക്കുന്ന പൊസിഷൻ, പിന്നെ 3, പിന്നെ ഈ ജംഗ്ഷൻ നമ്മൾ നമ്പറിങ് കൊടുക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ 4, 5. ഓക്കെ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 6 ആവും. പക്ഷെ നമുക്ക് 5 ആണ് സിഗ്നിഫിക്കൻറ്റ്, കാരണം ഈ 5th പൊസിഷനിലാണ് ഈ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 5th പൊസിഷനിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആഡ് ചെയ്യും. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ട്രിപ്റ്റോഫാൻ ഹൈഡ്രോക്സിലേസ്. അങ്ങനെ കിട്ടുന്ന സ്ട്രക്ചറാണ് 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ എന്ന് നമ്മൾ വിളിക്കും. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ നടക്കും. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം 5-ഹൈഡ്രോക്സി ട്രിപ്റ്റോഫാൻ ഡീകാർബോക്സിലേസ്. ഈ ഒരു ഡീകാർബോക്സിലേസ് എൻസൈം വരുമ്പോൾ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് പോകും. ഇനി എവിടെ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് പോവുക? അമിനോ ആസിഡിലെ ആസിഡ് ഗ്രൂപ്പ് ഉണ്ട് COOH, അതിൽ
COO എന്നുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം 5-ഹൈഡ്രോക്സിട്രിപ്റ്റോഫാൻ ഡീകാർബോക്സിലേസ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പോയി അല്ലേ, അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആ ഒരു പൊസിഷനിൽ നിന്നാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് പോയത്. നെക്സ്റ്റ് അവിടെ ഒരു CH2 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ 5HT എന്ന് വിളിക്കും. ദിസ് ഇസ് സെയിം ആസ് സെറോട്ടോണിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ വേണ്ട സെറോട്ടോണിൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോയിട്ടാണ് മെലാറ്റോണിൻ കിട്ടുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ സെറോട്ടോണിൻ N-അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ, അപ്പോൾ അസറ്റൈൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ഇനി എന്താണ് അസറ്റൈൽ ഗ്രൂപ്പ് എന്ന് നമുക്കറിയാം. CH3C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പാണ് ഇതല്ലേ അസറ്റൈൽ ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ N-അസറ്റൈൽ ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് N-അസറ്റൈൽ എന്ന് പറയാൻ കാരണം, ബിക്കോസ് N പൊസിഷനിലാണ്, അതായത് നൈട്രജനിലോട്ടാണ് അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ അയക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അസറ്റൈൽ ഗ്രൂപ്പ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത് കാണാൻ കഴിയും. ആ ഒരു സ്ട്രക്ചറിനെയാണ് N-അസറ്റൈൽ സെറാറ്റോണിൻ എന്ന് വിളിക്കുക. നെക്സ്റ്റ് ഹൈഡ്രോക്സി ഇൻഡോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് എന്നാണ്. അപ്പോൾ ഓക്സിജൻ സിഗ്നിഫൈ ചെയ്യുന്നത്, അപ്പോൾ ഈ പറയുന്ന ഹൈഡ്രോക്സി ഇൻഡോൾ ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് സിഗ്നിഫൈ ചെയ്യുന്നത് അവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഏത് പൊസിഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള OHൻ്റെ ഓയിലായിരിക്കും ഇനി അത് പോയി അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഹൈഡ്രജൻ മാറും. ഓക്കെ, ആ ഒരു പൊസിഷനിൽ നമ്മുടെ മീഥൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഏത് ആറ്റത്തോടാണ് അറ്റാച്ച് ചെയ്യുന്നത്? ഓക്സിജൻ. അതുകൊണ്ടാണ് ഓ മീഥൈൽ ട്രാൻസ്ഫറേസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ മെലറ്റോണിൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നമുക്ക് മെലറ്റോണിൻ കിട്ടുന്നത്, സെറോട്ടോണിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ഇനി ഇതിൻ്റെ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 5HT എന്ന് പറയുന്നത് നമുക്കറിയാം 5-ഹൈഡ്രോക്സിട്രിപ്റ്റമിൻ, അല്ലെങ്കിൽ വേറൊരു പേര് സെറോട്ടോണിൻ. അപ്പോൾ സെറോട്ടോണിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് CNSൽ. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല റോൾസും ഉണ്ട്. അപ്പോൾ അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് റോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫീലിംഗ് ഓഫ് വെൽബീയിങ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. ഇതിന് മെയിൻ റീസൺ സെറോട്ടോണിൻ്റെ ആക്ടിവിറ്റിയാണ്. അതിന് പലതരത്തിലുള്ള സെറിബ്രൽ ആക്ടിവിറ്റി ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ ഹാപ്പിനെസ് ഫീലിംഗ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് വെൽബീയിങ് എന്ന് പറയുന്നതിന് കാരണം സെറോട്ടോണിനാണ്. ഇതിന് പലതരത്തിലുള്ള ബിഹേവിയർ ആക്ടിവിറ്റീസിലും കൺട്രോൾ ഉണ്ട്. സ്ലീപ്പ് പാറ്റേൺ ഒരു മെയിൻ കൺട്രോൾ വരുന്നത് മെലറ്റോണിന് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് കൂടാതെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ മോട്ടിലിറ്റി അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയും, അവിടെയും സെറോട്ടോണിന് ആക്ഷൻ വരുന്നുണ്ട്. മെലറ്റോണിൻ സിമിലർ ആണ് നമ്മുടെ സെറോട്ടോണിൻ ആക്ടിവിറ്റി പോലെ തന്നെ. ഇറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ CNS. പിന്നെ സ്ലീപ്പിലും നമ്മുടെ വേക്കിംഗ് പ്രോസസ്സിലും, അതായത് ഉണരുന്ന സമയത്തൊക്കെ സെറോട്ടോണിൻ അതേപോലെ തന്നെ മെലറ്റോണിൻ ഒരു നല്ലൊരു ഫങ്ഷൻ റോള് വരുന്നുണ്ട്. എഡ്രിനാലിൻ, നോർ എഡ്രിനാലിൻ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. നോർ എഡ്രിനാലിൻ, ഡോപ്പമിൻ ടുഗെദർ ദേ ആർ നോൺ ആസ് കാറ്റക്കോളമിൻസ്. ഓക്കെ, so very important neurotransmitter in the case of adrenergic nervous system. ഇത് കൂടാതെ അതിന് പല ഫങ്ഷൻസും ഉണ്ട്. കുറച്ച് ഫങ്ഷൻസ് ഓർത്ത് വയ്ക്കാം. ഒന്ന് റെഗുലേറ്റ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ലിപ്പിഡ് മെറ്റാബോളിസം, പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ഇൻക്രീസിങ് ആക്ടിവിറ്റി ആയിട്ടും അഡ്രിനാലിൻ വരുന്നുണ്ട്. പിന്നെ ഡോപ്പമിൻ ആക്റ്റീവ് ആസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ബ്രെയിൻ ആൻഡ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, ഡോപ്പമിൻ ആൻഡ് നോർ എപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പോൾ ഇതിന് ഇത്രയും ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 4-5 ഫങ്ഷൻസ് ഓരോന്നിൻ്റെയും അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സോ അത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. താങ്ക് യു ഓൾ, ബൈ.